വിഷുക്കണി കാണാനും ഒരുക്കാനും അതിൻ്റെതായ സമയവും രീതിയൊക്കെ ഉണ്ട് അത്രേ. സാധാരണ ഏപ്രിൽ 14 വിഷു വരാറ്. ഇപ്രാവശ്യം ഏപ്രിൽ 14 9:32 മേട രവിസംക്രമണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 15 വിഷുക്കണി കാണേണ്ടത്. യഥാർത്ഥ സമയം വെളുപ്പിന് 3 മണി തുടങ്ങി 6:15 വരെയാണ്. പല സ്ഥലങ്ങളിൽ പല രീതികളാണെങ്കിലും ഒരുക്കുന്നതിലുണ്ട് കേട്ടോ അതിൻ്റെതായ രീതികളും സങ്കല്പങ്ങളും എല്ലാം. അതായത് ഈ ഉരുളി പ്രപഞ്ചത്തിന്റെ പ്രതീകമാണത്രേ. അതിൽ നിറയുന്നത് കാലപുരുഷനായ മഹാവിഷ്ണുവാണെന്നുമാണ് ഒരു സങ്കല്പം. കണിക്കൊന്ന പൂക്കള് കാലപുരുഷന്റെ കിരീടമാണ്. കണി വെള്ളരി മുഖം, തിരികള് കണ്ണുകളായും പറയുന്നു. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നോക്കുമ്പോൾ ശരിയാ തോന്നുന്നുണ്ടല്ലേ. ഇനി മെയിനായിട്ട് വാൽക്കണ്ണാടി വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഒന്നുകിൽ കൃഷ്ണന്റെ മുൻപിലും അല്ലാച്ച ഓട്ടുരുളിയുടെ ഉള്ളിലും വയ്ക്കാട്ടോ വാൽക്കണ്ണാടി. നമ്മളിവിടെ ഇപ്പം നേരത്തെ ഇങ്ങനെ വയ്ക്കാറുണ്ട്. ഞാൻ പൂജാ റൂം റെഡിയാക്കിയ വ്ളോഗിൽ പറഞ്ഞിരിക്കുന്ന പോലെ നേരത്തെ ഇവിടെ ഇങ്ങനെ തിരുതാടയും വാൽക്കണ്ണാടി ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മുന്നിൽ നമ്മൾ സ്വർണം ചാർത്തണമെന്നേ ഉള്ളൂ. കൃഷ്ണനെ വേണമെങ്കിൽ ചാർത്താട്ടോ. പിന്നെ വേണ്ടത് അഷ്ടമംഗല്യത്തട്ടാണ്. അതിലേക്ക് നമ്മൾ കൺമഷിയും കുങ്കുമവും വേറെ വെക്കേണ്ടി വരും. പിന്നെ ഒരു ഓടത്തിൽ ശുദ്ധജലം, അല്ലാച്ചാൽ അഷ്ടമംഗല്യ തട്ടിൽ കുഞ്ഞു കിണ്ടിയിൽ ശുദ്ധജലം വെച്ചാലും മതി. പിന്നെ ഈ കണ്ണാടി നമ്മുടെ ഉള്ളിലെ ഭഗവാനെ നമ്മൾ കണി കാണാനായിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് സങ്കല്പം. ഗ്രന്ഥം സരസ്വതി ദേവി എന്ന സങ്കല്പമാണ്. പണം, സ്വർണം ഇതെല്ലാം ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയണതായിരിക്കുമല്ലോ. ധനലക്ഷ്മി എന്ന സങ്കല്പമാണ്. അതുപോലെ അലക്കിയ വസ്ത്രമാണ് വയ്ക്കുക. കോടിയല്ല കേട്ടോ വയ്ക്കുക, നമ്മൾ അലക്കിയ വസ്ത്രമാണ് വയ്ക്കുക. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഉരുളിയിൽ ഉണക്കലരിയാണ് ഇടാറ്. ഉണക്കലരി ഇല്ലാത്തവർ പച്ചരി ഇടാറുണ്ട് കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരാണ് ചെയ്യണമെങ്കിലോ. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എത്ര വേണമെങ്കിലും വയ്ക്കാട്ടോ. നമ്മളിവിടെ നമ്മുടെ അവിടെ ഉണ്ടായതൊക്കെയാണ് കേട്ടോ വയ്ക്കാറ്. പിന്നെ വിളക്കിൽ 5 തിരിയാണ്. നമ്മളിവിടെ 2 വിളക്ക് വെക്കാറുണ്ട്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. വിഷുദിനത്തിൽ ആ സ്വർണ്ണ വെളിച്ചത്തിൽ നന്നായിട്ട് ഉണ്ണിക്കണ്ണനെയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണി കണ്ടുണരുമ്പോൾ ഐശ്വര്യപൂർണമായ ഒരു ജീവിത കാലഘട്ടമാണ് നമ്മ ഓരോരുത്തർക്കും ലഭിക്കുക എന്നാണ് കേട്ടോ സങ്കല്പം. പല സ്ഥലങ്ങളിൽ പല രീതികളാണല്ലോ, അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവാം. കൂടുതൽ അറിവുകളോ അതല്ലാച്ച പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാച്ചാൽ കമന്റ് ബോക്സിലൂടെ പറഞ്ഞു തന്ന് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാക്കുമെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഹാപ്പി വിഷു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം.